നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പാലിറ്റി 9-ാം വാർഡ് കൗൺസിലർ ജെസി ജോണി കൂറുമാറ്റത്തെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് സ്ഥാനം അസാധുവാക്കിയതിനെ തുടർന്ന് നടക്കുന്ന ഇലക്ഷനിൽ 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. UDF, LDF, BJP, ആം ആദ്മി പാർട്ടി. എന്നാൽ വിവിധ രാഷ്ട്രീയക്കാരുടെ ഇടപെടലിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 9-ാം വാർഡിൻ്റെ അവസ്ഥയൊന്ന് നേരിട്ട് കാണാം. UDFിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ച കൗൺസിലർ വൈസ് ചെയർമാൻ സ്ഥാനം മോഹിച്ച് LDFിലേക്ക് പോയതാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം. നാളിതുവരെയും നടന്ന വികസന പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്താം. ഈ കാണുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയൊഴുകി വരുന്നതല്ല, നാളിതുവരെയും ഭരിച്ചവരുടെ സമ്മാനമായ ഈ റോഡിൻ്റെ അവസ്ഥയാണ്. MP ഫണ്ടോ MLA ഫണ്ട് കൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാറുണ്ട്. ഇതിനൊന്നും MLAയുടെയോ MPയുടെയോ ഫണ്ട് വെക്കുന്നില്ല. മുനിസിപ്പാലിറ്റിയുടെ 2 വാർഡിൻ്റെ നടുക്കൂടെ പോകുന്ന റോഡ് മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ കൗൺസിലർമാർ ഇതിനു വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ റോഡിൻ്റെ ശോചാവസ്ഥ നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും വയ്യാത്ത രീതിയിൽ അവസ്ഥയിൽ ആയിട്ട് ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു റോഡായി ഈ റോഡ് മാറിയിരിക്കുന്നു. അതിന് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അതിന് പരിഹാരം കാണുവാൻ ശ്രമിക്കണം. ജയിച്ചു വരുന്നവരാരായാലും ഇവിടെ ആര് ജയിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെയുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. നാളുകളായി ഇതുപോലെയുള്ള അവസ്ഥ ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുവാണെങ്കിൽ റോഡ് നന്നാക്കണം. ഈ റോഡ് മുമ്പേ സ്ഥാനാർത്ഥിയായി ജയിക്കുന്നതിന് മുമ്പേ റോഡ് നന്നാക്കി കിട്ടണം. ജയിക്കുന്നതിന് മുമ്പ് എങ്ങനെ അവർ ജയിച്ചാലല്ലേ അവർക്ക് നന്നാക്കാൻ പറ്റും? ജയിക്കുന്നതിന് മുമ്പേ അവർ നടപടി ഉണ്ടാക്കാണ്ട് ആയിരുന്നു, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. വീണ്ടും ഇവർ മത്സരിക്കുവാണ്. വീണ്ടും മത്സരിക്കുക. ഇത് മത്സരിച്ചവരാരും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ല, വേസ്റ്റ് തിരുവനന്തപുരം ജില്ലയിലെ അതെ അതെ വലിയൊരു ഒരു മനുഷ്യൻ പോയില്ലേ. ഇതൊക്കെ എല്ലാവർക്കും സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥയാണ് മൊത്തം. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഈ റോഡിന് പരിഹാരം, ഇത് പുഴ കണക്ക് വരുവാണ്. ഇത് വളരെ വിലപ്പെട്ട കല്ലുകളൊക്കെ പാരി റോഡ് എത്ര നാളിങ്ങനെ പോകും. ഇങ്ങനെ കൊച്ചു കുട്ടികൾ, ഇത് കണ്ടില്ലേ, നേഴ്സറി പോണ പിള്ളേരൊക്കെ നടന്ന് കാൽനടയായിട്ട് പോണതാണ്. അതൊക്കെ ഇതിനൊരു പരിഹാരം ആര് ജയിച്ചു വന്നാലും എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. പക്ഷേ ഇതുവരെ നാളുവരെ ഇതിനൊന്നും പരിഹാരം കാണാത്തതിലും ജനങ്ങൾക്ക് വളരെ കുറ്റബോധമാണ് ഈ ജയിച്ചു വന്നവരുടെ പേരിലുള്ളത്. ഒരു നാട് നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് റോഡ് ഇല്ലാണ്ടാവുക എന്നുള്ളത്. നല്ല മഴയത്താണ് ഈ വാഹനങ്ങൾ വരെ ഇതിൽ പോവുകയില്ല എന്നാണ് പറയുന്നത്. ദാ വരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി. ആരാണെന്ന് നോക്കാം. മറ്റാരുമല്ല, ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ റൂബി വർഗീസാണ്. വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ നാട്ടുകാർ എന്തു പറഞ്ഞു എന്ന് നമുക്ക് കേൾക്കാം. നമ്മളോടൊപ്പം 9-ാം വാർഡ് മുനിസിപ്പാലിറ്റി കടുത്ത മത്സരമാണ്. 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മൾ വീടുകളൊക്കെ കയറിയിട്ട്? എന്താണ് നിങ്ങളുടെ ഒരു അനുഭവസ്ഥ? നമ്മൾ ആം ആദ്മി പാർട്ടി ആദ്യമായിട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഈ ബൈ ഇലക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങളുടെ വീടുകൾ കയറിയപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം, നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം, ആ നികുതിപ്പണത്തിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളായ 9-ാം വാർഡിനെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ടതായ ഒരു കാര്യമാണ് റോഡ്. ഒരു റോഡല്ല, എല്ലാ റോഡുകളും തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരവസ്ഥ, ഇപ്പം ഈ റോഡ് തന്നെ നോക്കുക, ഇതിങ്ങനെ വെള്ളം ധാരാളമായിട്ട് ഒഴുകുന്നുണ്ട്. മാത്രമല്ല അങ്ങോട്ട് മാറും തോറും റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതെങ്ങനെ പറയണമെന്നറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മാറി വരുന്ന മുന്നണികൾ ജയിച്ചു വരുന്ന ആൾക്കാർ എന്നാൽ ഇതിനു വേണ്ടി ഈ റോഡ് നന്നാക്കാം, അവർ വികസനം എന്ന് പറയുന്നുണ്ട്. വികസനം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം അതെങ്കിലും നടപ്പിലാക്കി കൊടുക്കാനുള്ള ഒരു ആർജവം കാണിക്കാനുള്ള ജയിച്ചു പോകുന്ന ജനപ്രതിനിധി അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വികസനമാണ് നടക്കുന്നത്? അപ്പം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ പോലെ അത് വരുത്തണം. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ റൂബി വർഗീസ് എന്ന ഞാൻ മത്സരിക്കുകയാണ്. ചൂൽ ചിഹ്നത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന്, ഒറ്റയ്ക്കല്ല, ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും റോഡ്, 9-ാം വാർഡുകാരെ സംബന്ധിച്ച് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് അവരെ അണിനിരത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. നിങ്ങളെല്ലാവരും
നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. ഇത്തവണത്തെ വോട്ട് ഒരു മാറ്റത്തിനൊരു വോട്ട് എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചൂൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. മാന്യപ്രേക്ഷകരെ, നമ്മൾ എല്ലാ മുന്നണികളെയും നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ റൂബിച്ചേട്ടന് ഒരു ചാൻസ് കൊടുക്കുക. മുനിസിപ്പൽ ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറക്കരുത്, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പം റൂബിച്ചേട്ടൻ്റെ ചിഹ്നം ചൂല്. അതെ, ചൂല് തന്നെ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ വിജയൻ.